ഹലോ ഹായ്, എൻ്റെ പേര് ജോൺ ജോ. പണ്ടൊക്കെ അല്ല, കുറച്ച് മുമ്പ് വരെ ആഘോഷങ്ങൾക്കിടയിലുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. ഇപ്പോൾ ഫോട്ടോഷൂട്ടുകൾക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങളാണ്. ഇപ്പോൾ നവദമ്പതികൾക്ക് ഒരു വർഷം കാത്തിരിക്കാൻ വയ്യ ആനിവേഴ്സറി ആഘോഷിക്കാൻ. 1 month ഓഫ് ടുഗദർനെസ്, 2 month ഓഫ് ടുഗദർനെസ്, അങ്ങനെ ദിവസങ്ങൾ എന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കണം ഇവർ. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ദിവസം ആഘോഷിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളതിൻ്റെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നായിരുന്നു. പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങിയ 100-ാം ദിവസം ആഘോഷം, നരസിംഹത്തിന്റെ 100-ാം ദിവസം, രാവണപ്രഭുവിന്റെ 100-ാം ദിവസം. ഇന്നൊരു സിനിമയ്ക്ക് തിയേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് കേക്ക് മുറിയും ആഘോഷമാണ്. കാരണം ഇവർക്കറിയാം ഇത് 2 ആഴ്ചയ്ക്ക് മുകളിൽ തിയേറ്ററിൽ നിൽക്കില്ല. മിക്കവാറും ഈ ടുഗദർനെസ്സുകാർക്കും ഉണ്ടാവും ആണ്ടെത്തിയിട്ട് ആഘോഷിക്കാനുള്ള യോഗ ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ആദ്യമേ അവര് ആഘോഷിച്ചു തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ രഞ്ജിത്ത് വിളിച്ചിട്ട് പറഞ്ഞോടാ നമ്മുടെ ജോമൻ ഫോട്ടോഗ്രാഫറായിരുന്നു. ഞാൻ പറഞ്ഞാ 2 ദിവസം മുമ്പ് ഞാൻ കണ്ട അവൻ അങ്ങനത്തെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന്. അപ്പം പറഞ്ഞാ ഇന്ന് ഉച്ചയ്ക്കാവായെന്ന് പറഞ്ഞു. ഫേസ്ബുക്ക് തുറന്നു നോക്കി, ശരിയാണ്, ജോമൻ വർക്ക്സ് അറ്റ് ജോമൻ ഫോട്ടോഗ്രാഫി. ഈ ജോമൻ തൊഴിൽ രഹിതനിൽ നിന്ന് ഫോട്ടോഗ്രാഫറിലേക്ക് പോയത് ഈ പുഴു പൂമ്പാറ്റാവണ പോലെ 3 ഘട്ടങ്ങളായിട്ടായിരുന്നു. കാലത്ത് 9:30 ജോമൻ ക്യാമറ മേടിച്ചു, 10:30 ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി, 12:30 ജോമൻ ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി. ഇത്രയും നാൾ എൻ്റെ വീട്ടിൽ വെറുതെ വലിഞ്ഞേറി വന്നു പോയാൻ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയാം നൈസ് ഹൗസ്, ബാഡ് ലൈറ്റിംഗ്. അമ്മ മോനെ ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ISO കുറച്ച് അപ്രേച്ചർ കൂട്ടി ഒരു ചായ എടുത്തോളാം. അടുപ്പത്തിലൊരു ചായയാണ് ജോമോൻ ഉദ്ദേശിക്കുന്നത്. ജോമോൻ ആകെ ആളും മൊത്തം മാറി. ജോമോന്റെ ഈ മാറ്റം ഞാൻ ആദ്യം വിളിച്ചറിയിച്ചത് ഞങ്ങളുടെ വീടിനോടെയുള്ള ഭൂതകാലം ബാലേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ ബാലേട്ടനെ ഞങ്ങൾ ഭൂതകാലം ബാലേട്ടൻ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലേട്ടന്റെ ശരീരം മാത്രമാണ് ഈ 2021 മനസ്സും ആത്മാവൊക്കെ 1980-ലോ 50-ലോ കിടന്ന് കളിക്കാൻ. അതുകൊണ്ട് തന്നെ ബാലേട്ടനോട് എന്ത് പറഞ്ഞാലും ബാലേട്ടൻ ആദ്യം പറയാം ഞങ്ങളുടെ ഒക്കെ കാലത്ത് എന്ന് പറയാം. അപ്പൊ ഇത് പറഞ്ഞപ്പോഴും ബാലേട്ടൻ പറഞ്ഞ അതാണ്, ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഒരു പ്രൊഫഷണൽ ക്യാമറ കൈ കിട്ടാന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ പിള്ളേരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു വിങ്ങലാണ് ആ മനുഷ്യന്. അപ്പൊ ജോമോന് ലക്ഷങ്ങൾ കടം മേടിച്ച് ക്യാമറയും ലൈറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ജോമോന് ഒരു കാര്യം മനസ്സിലാവുന്നത്, കേരളത്തിൽ നാളികേരത്തിനേക്കാൾ കൂടുതൽ ബിടെക്കുകാരെക്കാൾ കൂടുതൽ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അപ്പൊ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കണമെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ജോമോന് തോന്നിയൊരു സംഭവം. ജോമോന് ആദ്യം കിട്ടിയവർക്ക് ഒരു മെറ്റേണിറ്റി ഷൂട്ടായിരുന്നു. ഞാൻ കൂടെ പോയിട്ട് അന്ന് ക്യാമറ അസിസ്റ്റന്റ് ആണ്. ഈ മെറ്റേണിറ്റി ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായ ഭാര്യയും ഭർത്താവും കൂടി അവരുടെ സേവ് ദ ഡേറ്റ് വിജയിച്ചു എന്ന് നാട്ടുകാരെ അറിയിച്ച് നടത്തുന്ന ഒരു ഫോട്ടോഷൂട്ടാണ് ഈ മെറ്റേണിറ്റി ഷൂട്ട് എന്ന് പറയുന്നത്. ഇത്തരം ഫോട്ടോഷൂട്ടുകൾ വളരെ നല്ല രീതിയിൽ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ഈ കാര്യത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയ കപ്പിളില് ഭാര്യ ന്യൂ ജനറേഷൻ ആയിരുന്നു, ചേട്ടൻ BC 532 ആളാണ്. കാലത്ത് തുടങ്ങി ഷൂട്ട് തുടങ്ങി. പോരാത്തിന് പൊടിക്ക് കലിപ്പനും ഉണ്ട് ആള്. ആളുടെ അടുത്ത് ഒരു പോസ്റ്റ് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് തീരെ പിടിക്കില്ല. ഏകദേശം വൈകുന്നേരം ആവാറായിട്ടും ആകെ ചേച്ചിയുടെ 4 സിംഗിൾ ഫോട്ടോ കിട്ടിയിട്ടുള്ള, ചേട്ടനും ചേച്ചിയും കൂടിയിട്ടുള്ള ഒരൊറ്റ കോമ്പിനേഷൻ ഫോട്ടോകളും വർക്കാവണില്ല. മെറ്റേണിറ്റി ഷൂട്ടിൽ ഒരു സിഗ്നേച്ചർ പോസ് ഉണ്ട്. അതായത് നിറവയറായി നിൽക്കുന്ന ഭാര്യയുടെ വയറിൽ ഇങ്ങനെ ചെവി ഇത് നിർവൃതി ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പോസ് ഉണ്ട്. ഈ സാധനമെങ്കിലും എടുത്തു വെക്കാൻ നേരത്തെ ജോമൻ അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ചേട്ടന് പോസ് പറഞ്ഞു കൊടുത്തു. ചേട്ടൻ പോസ് ചെയ്തു, ജോമൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞ് ക്യാമറ എടുത്ത് നോക്കിയപ്പോ ഈ നാളികേരല്ലേ ഇത് വിളഞ്ഞോ അതോ കരിക്കാണോ തേങ്ങണോ അറിയാൻ വേണ്ടി കുലിക്കുന്നു. ഈ ഒരു ഭാവത്തിൽ നിൽക്കാണ് ചേട്ടൻ. അവിടെ ഷൂട്ട് കാണാൻ വന്ന ലോക്കൽ ടീമിലൊരു പയ്യൻ, ചേട്ടാ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവനിട്ട് പൊട്ടിച്ചു. വേഗം ഞങ്ങള് എത്രയും പെട്ടെന്ന് ഷൂട്ട് അവസാനിപ്പിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ബാലേട്ടനെ വിളിച്ചു, ഭൂതാലം ബാലേട്ടനെ വിളിച്ചു പറഞ്ഞു, ബാലേട്ട ഞങ്ങളുടെ മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ബാലേട്ടൻ പറഞ്ഞു എന്റെയൊക്കെ പെണ്ണ് പെറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗർഭിണിയാന്നുള്ള കാര്യം, അവള് ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം തന്നെ അറിഞ്ഞത്. ഇന്നത്തെ പിള്ളേര് കൊള്ളാന്ന്. ഈ ഒരു വർക്കിന് ശേഷം ജോമൻ അടുത്ത വർക്ക് കിട്ടാൻ വളരെയധികം കാലം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി പ്രണയത്തിലായിരുന്ന ഒരു യുവ മിഥുനങ്ങളുടെ ഒരു സേവ് ദ ഡേറ്റ് ആയിരുന്നു. സേവ് ദ ഡേറ്റ് കലക്കി കഴിഞ്ഞാൽ കല്യാണ വർക്ക് കിട്ടുന്ന പറഞ്ഞിട്ടില്ല. ജോമൻ എന്തായാലും ഇത് പൊളിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സേവ് ദ ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു നീ എന്താണ് ചെയ്യാൻ പോണെന്ന് ചോദിച്ചു. അപ്പം മണിച്ചിത്രത്താഴിൽ ഡോക്ടർ സണ്ണി പറയണ പോലെ ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദ കൺവെൻഷണൽ റൂൾ ഓഫ് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് ജോമൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നീള ചുംബന രംഗങ്ങളുള്ള ഒരു സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ചെന്ന് മിഥുനങ്ങൾ കിട്ടും, മിഥുനങ്ങൾ ഡബിൾ ഓക്കെ. ഒരു സംവിധായകൻ ആവശ്യപ്പെട്ടതിനേക്കാൾ 200% ഔട്ട്പുട്ട് അവർ കൊടുത്തു. ജോമൻ അത് ക്യാമറയിൽ പകർത്തി എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് വൈറലാവാൻ കാത്തിരുന്നു. പണിപാളി. ആർഷഭാരത സംസ്കാരത്തിന് മുറിവേറ്റ ആർഷഭാരത സംസ്കാരം ജോമോന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിട്ടു. അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ആർഷഭാരത സംസ്കാരത്തിന്റെ 2 കുഞ്ഞുങ്ങൾ ജോമോനെ പുറത്ത് വെച്ച് കിട്ടിയപ്പോ നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടു. ജോമോൻ ആശുപത്രിയിലായി. ഞാൻ ബാലേട്ടനെ വിളിച്ച് പറഞ്ഞു, ബാലേട്ടാ നമ്മുടെ ജോമോന്റെ സേവ് ദ ഡേറ്റ് കണ്ടിരുന്നു എന്ന് ചോദിച്ചു. ബാലേട്ടൻ പറഞ്ഞു, മോനെ ഡേറ്റ് ഒന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും ഞാനും ബാലേട്ടനും കൂടി ആശുപത്രിയിലേക്ക് വെച്ചടിച്ചു. ബാലേട്ടനെ കണ്ടത് അവൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലേട്ടൻ എന്റെ സേവ് ദ ഡേറ്റ് കണ്ടിരുന്നു. ബാലേട്ടൻ പറഞ്ഞു, മോനെ എന്റെ ഒക്കെ കാലത്ത് തലയിൽ മുണ്ടിട്ട് വരി എന്ന് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു പടമുണ്ട്. ആ പടത്തിൽ പോലും ഇത്രയും സീനുകളില്ല. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള വിങ്ങലാണ് ആ മനുഷ്യന്.